ഇന്ന് നമുക്ക് തുടരും മൂവിയുടെ എക്സ്പ്ലനേഷൻ കേട്ടാലോ. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ നിറഞ്ഞ കഥ. കഥയുടെ തുടക്കം തന്നെ ഒരു സ്ഥലത്ത് ഉരുൾപൊട്ടിയതായിട്ടാണ്. അവിടേക്ക് ആൾക്കാരെല്ലാം എത്തുന്നു. അവിടെ എന്തോ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നു. അതെന്താണെന്നൊന്നും കാണിക്കുന്നില്ല. അതിനുശേഷം കുറെ നാളുകൾക്ക് മുമ്പുള്ള കഥയാണ് കാണിക്കുന്നത്. ഈ കഥയിലെ നായകന്റെ പേരാണ് ബെൻസ്. എല്ലാവരും അവനെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഒത്തിരി നാളുകൾക്ക് മുമ്പ് തമിഴ് സിനിമയിലെല്ലാം ഫൈറ്റ് ചെയ്ത ആളായിരുന്നു ഹീറോ നിന്നിരുന്നത്. നായകൻ ലളിത എന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു നാട്ടിൽ വന്ന് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ഹീറോ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഹീറോയ്ക്ക് രണ്ട് ആഗ്രഹങ്ങളാണ് ഉള്ളത്. ഒന്ന് കുടുംബമായി എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുക, മറ്റത് അവന്റെ മാസ്റ്റർ തന്ന കാറുണ്ട് അത് നോക്കുക. ഒരു കുഞ്ഞിനെ പോലെയാണ് ആ കാറ് ഹീറോ കൊണ്ട് നടക്കുന്നത്. ഹീറോയ്ക്ക് രണ്ട് മക്കളുണ്ട്. നായകന്റെ മകൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഒരു ദിവസം മകന്റെ ഫ്രണ്ട്സുമായിട്ട് വീട്ടിൽ വന്ന് അവർ എൻജോയ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഹീറോയുടെ ഫ്രണ്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഹീറോ പോയത് മദ്യം മേടിക്കാനായിരുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് അവന്റെ കാറ് പോകുന്നത് അവൻ കാണുന്നത്. എന്റെ കാറല്ലേ ഇത് ആരാ കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ച് ഹീറോ ടെൻഷനിൽ ബൈക്ക് എടുത്ത് അവന്റെ പുറകെ പോവുകയാണ്. എന്നാലോ കാറിന്റെ ഉള്ളിൽ ഹീറോയുടെ മകനും ഫ്രണ്ട്സുമായിരുന്നു ഉണ്ടായിരുന്നത്. അവന്റെ ഫ്രണ്ട്സ് ആണ് വണ്ടി ഓടിച്ചിരുന്നത്. ഹീറോയുടെ മകൻ പറയുകയാണ്, വണ്ടി നിർത്ത്, അച്ഛൻ വണ്ടി ഓടിച്ചതെന്ന് അറിഞ്ഞാൽ എന്നെ ശരിയാക്കും, അച്ഛൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, വണ്ടി നിർത്ത് എന്ന് പറയുന്നു. പക്ഷെ അവർക്ക് നിയന്ത്രണം കിട്ടുന്നില്ല, വണ്ടി നിർത്താനും പറ്റുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ടെൻഷൻ അടിച്ചു. പെട്ടെന്ന് ആ വണ്ടി വന്ന് നേരെ ഒരു പോസ്റ്റിൽ വന്ന് ഇടിക്കുകയാണ്. കാറ് സ്റ്റോപ്പ് ആയത് കണ്ട് ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് മകനെ വഴക്ക് പറയുവാണ്. നിന്നോട് ആര് പറഞ്ഞു ഈ കാറ് കൊണ്ടുപോകാൻ? നീ കാരണം എന്റെ കാറ് നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ദേഷ്യത്തിൽ അവനെ അടിക്കുകയാണ്. മകന് ഭയങ്കര സങ്കടമാകുകയാണ്. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അച്ഛൻ അടിച്ചത് കൊണ്ടാണ് അവൻ ഇത്രയും സങ്കടമായത്. ഹീറോയാണെങ്കിൽ സ്വന്തം മകനെ പോലെ കണ്ട കാറായിരുന്നു, അത് പൊട്ടി, അതിന്റെ ചില്ലുകൾ പൊട്ടിയത് കൊണ്ടാണ് ഹീറോയ്ക്ക് ഇത്രയും ദേഷ്യമായതും. മകൻ സങ്കടത്തോടെ തന്നെ ഹോസ്റ്റലിൽ പോയി നിൽക്കുകയാണ്. ഹീറോ കാറ് ശരിയാക്കാൻ മെക്കാനിക്കിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെയുള്ളവർക്കെല്ലാം ഹീറോയിനെ അറിയാമായിരുന്നു. ഹീറോയിനോട് പറയുകയാണ് മെക്കാനിക്ക്, നിങ്ങൾക്ക് ഈ കാറ് മാറ്റി പുതിയ കാറ് മേടിച്ചൂടെ എന്ന്. ഹീറോയ്ക്ക് ദേഷ്യമാകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം തീരുമാനിക്കാൻ വരണ്ടെന്ന് പറയുന്നു. അന്ന് രാത്രി ഹീറോ മകനെ അടിച്ചതോർത്ത് സങ്കടപ്പെടുകയാണ്. ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ എന്നോർത്ത് അവനെ ഫോൺ ചെയ്യാണ്. എന്നാൽ അവൻ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണ്, എൻ്റെ മോനെ എന്നോട് ക്ഷമിക്കണം, അറിയാതെ നിന്നെ അടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ മകൻ കേൾക്കുന്നു. അവന് കുറച്ചൊക്കെ ആശ്വാസമാകുന്നു. ഹീറോയ്ക്ക് ഒരു കോള് വരുന്നു. ഹീറോയുടെ മാസ്റ്റർ മരിച്ചുപോയെന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് സങ്കടമാകുന്നു. ഹീറോ അത് കേട്ടത് ഉടനെ തന്നെ ചെന്നൈയിലേക്ക് പുറപ്പെടുകയും മാസ്റ്ററിന്റെ സംസ്കാരം കഴിഞ്ഞും അവിടെയുള്ള മാസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം ഹീറോ തിരിച്ചു പോരുകയാണ്. എന്നാലോ തിരിച്ചു വരുമ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നു. കാറ് ശരിയാക്കാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയില്ലായിരുന്നു. അവിടെയുള്ള ആൾക്കാർ വിളിച്ച് ഹീറോയിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഹീറോ ചോദിക്കുന്നത്, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങൾ എന്തിനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് എന്ന ഹീറോയുടെ ഫ്രണ്ട്സ് ഒന്നും മിണ്ടുന്നില്ല. സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഹീറോയുടെ ബ്ലാക്ക് കാർ കാണുകയാണ്. ഹീറോ പറയുന്നു, എന്റെ കാർ എങ്ങനെ ഇവിടെ എത്തിയത്, അതെന്താന്നൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഹീറോയെ സമാധാനിപ്പിച്ച് സ്റ്റേഷന്റെ അകത്തേക്ക് കയറ്റുന്നു. പോലീസുകാരോട് കാര്യം ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അവൻ വണ്ടി ശരിയാക്കാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയില്ലേ, അവിടെ ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളായിരുന്നു. അവനാണ് കഞ്ചാവ് കടത്തുന്ന ആളായതുകൊണ്ട് തന്നെ അവന്റെ കാറിൽ തന്നെയാണ് കഞ്ചാവ് കടത്തിയത്. അവിടെയുള്ള പോലീസുകാരനെ അടിച്ചിട്ടാണ് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ കാർ ഇവരെ എടുത്തു. ഹീറോ പറയുന്നു, ഇത് എന്റെ കാറാണ്, ഞാൻ അവിടെ ശരിയാക്കാൻ കൊണ്ടുവന്നതായിരുന്നു എന്ന്. എന്നാൽ പോലീസ് ആ കാർ തിരിച്ച് ഹീറോയ്ക്ക് കൊടുക്കുന്നില്ല. ഹീറോയുടെ കാറിലായിരുന്നു കഞ്ചാവ് കടത്തിയത്, അതുകൊണ്ടാണ് കാറ് തിരിച്ചു കിട്ടാത്തത്. അതുകൊണ്ട് തന്നെ ഹീറോ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ടൊന്നും പോലീസുകാർ ആ കാറ് തിരിച്ചു കൊടുക്കുന്നില്ല. ഹീറോ പോലീസുകാരനോട് പറയാണ്, ദയവ് ചെയ്ത് എൻ്റെ കാറ് തരണം, എൻ്റെ ജീവിതം തന്നെ ഈ കാറിലാണ്, എനിക്ക് സ്കൂൾ പിള്ളേരെയൊക്കെ എത്തിക്കാനുണ്ട് കാറിൽ, ഞാനും ആ ചെറുക്കനുമായിട്ട് ഒരു ബന്ധവുമില്ല, അവൻ എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയതല്ലേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ കാറ് തിരിച്ചു തരണമെന്ന് പറയുന്നു. എന്നാലോ ആ പോലീസുകാർ സമ്മതിക്കുന്നില്ല. ഹീറോ എല്ലാ ദിവസവും സ്റ്റേഷനിലേക്ക് എത്തും. ആ കാർ കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. എങ്ങനെയെങ്കിലും ആ കാർ തിരിച്ചു കിട്ടണം. ഹീറോ കാറ് കിട്ടാനായിട്ട് ഓരോ കാര്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെന്നി എന്ന് പറഞ്ഞ പോലീസുകാരൻ, നീ എന്ത് ചെയ്താലും നിനക്ക് ഈ കാറ് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, അതിന് ഞാൻ സമ്മതിക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നു. ഒരു ദിവസം
ദിവസം ഹീറോ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴോ അവന്റെ കാർ പൊടി പിടിച്ച് കിടക്കുന്ന കാണും. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് സഹിക്കാൻ വയ്യാതെ വെള്ളം ഒഴിച്ച് കഴുകുകയായിരുന്നു. അത് കണ്ടിട്ട് ബെന്നി എന്ന് പറഞ്ഞ പോലീസുകാരന് ഇഷ്ടപ്പെടാതെ അവനെ അടിക്കുകയാണ്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ചുകൊണ്ട്. ഇത് കണ്ട മറ്റൊരു പോലീസുകാരൻ ഹീറോയോട് പറയാണ്, എന്തായാലും ബെന്നി നിനക്ക് കാറ് തിരിച്ചു തരാൻ പോകുന്നില്ല. ഇവിടെ ഇൻസ്പെക്ടർ ഉണ്ട്, അയാളോട് ചോദിച്ചാൽ ചിലപ്പോൾ നിനക്ക് കാർ കിട്ടും. ഇതറിഞ്ഞ് ഹീറോ ഇൻസ്പെക്ടറിനോട് പറയുകയാണ്, എൻ്റെ കാർ എനിക്ക് തിരിച്ചു തരണം, ഞാൻ കുറേ നാളായി ഇവിടെ കയറി ഇറങ്ങുന്നു, ഞാൻ ഒരു കുഴപ്പവും ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ട് ഇൻസ്പെക്ടർ പറയാണ്, നിന്റെ കാർ നീ കൊണ്ടുപോയിക്കൊള്ളാൻ പറയാണ്. അത് കേൾക്കുമ്പോഴാണ് ഹീറോയ്ക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകുന്നത്. എന്നാലോ ഇത് കേൾക്കുന്ന ബെന്നി പോലീസുകാരൻ അയാൾ സമ്മതിക്കുന്നില്ല. എന്തായാലും ഈ കേസ് കഴിയുന്നവിടം വരെ കാറ് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. ഇൻസ്പെക്ടർ പറയാണ്, ഇയാൾ എന്ത് കഷ്ടപ്പെട്ട് എത്ര നാളായി ഇവിടേക്ക് കാർ അന്വേഷിച്ച് വരുന്നത്, എന്തായാലും ഈ കാർ കൊടുക്കണമെന്ന് പറഞ്ഞു താക്കോലെടുത്ത് അവന് കൊടുക്കുകയാണ് ഹീറോയ്ക്ക്. ഹീറോയാണെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് ജോർജ് വരുന്നു. അയാൾ പറയാണ്, ഇവിടുത്തെ ഒരു പോലീസുകാരൻ്റെ അനിയത്തിയുടെ കല്യാണമാണ്, അതുകൊണ്ട് ഞങ്ങളെയും കൂടെ അങ്ങോട്ട് ഇറക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഹീറോ പറയാണ്, എന്നാൽ നിങ്ങളും കൂടെ കയറിക്കോളാൻ. ബെന്നിയെയും ജോർജിനെയും കയറ്റിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുകയാണ്. കോൺസ്റ്റബിൾ സുധീഷിന്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു. ഇവര് രണ്ടുപേരെയും അവിടെ ഇറക്കി ഹീറോ തിരിച്ചു പോകാൻ നേരം ബെന്നി താക്കോൽ ഊരിയെടുക്കുന്നു. നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറയുന്നു. വൈകിട്ടത്തെ കല്യാണ ചടങ്ങെല്ലാം കഴിഞ്ഞ് നീ ഞങ്ങളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവരെന്നെ വിടുന്നില്ലല്ലോ എന്നോർത്ത് ഹീറോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അവർ തിരിച്ചു വന്ന് കാറിൽ കയറിയിരിക്കുന്നു. അവർ മദ്യം ഉപയോഗിക്കുന്നുണ്ട്. അവർ കുറച്ച് മദ്യക്കുപ്പികളും എടുത്ത് നമ്മൾ മാറി എവിടെയെങ്കിലും പോയി കുടിക്കാമെന്ന് പറയാണ്. ഹീറോ ഇത് കേൾക്കുമ്പോൾ പറയാണ്, നിങ്ങൾ ഇവിടുന്ന് എങ്ങനെയും പോകണം, നാളെ എനിക്ക് സ്കൂൾ പിള്ളേരെ കൊണ്ടുപോകാനുണ്ട്, അതുകൊണ്ട് എന്നെ വെറുതെ വിടണമെന്ന് പറയുന്നു. എന്നാലോ അവരതൊന്നും കേൾക്കാതെ അവർ കാറിലേക്ക് കയറിയിട്ട് നീ പോകാനായി പറയുകയാണ്. ഹീറോയ്ക്ക് ദേഷ്യമുണ്ടെങ്കിലും അവർ പറഞ്ഞ പോലെ ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഹീറോ പോകുകയാണ്. അവർ പോകുന്നത് ഒരു കാട്ടിൽ കൂടെയായിരുന്നു. ഹീറോ പറയുകയാണ്, ഈ കാറിൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ നടന്നു പോകാമെന്ന് പറയുകയാണ്. സർക്കിൾ പറയാണ്, നീ മര്യാദയ്ക്ക് അങ്ങോട്ടേക്ക് പോകുക, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയാണ്. സർക്കിളിന്റെ യഥാർത്ഥ സ്വഭാവം അവിടെ കാണിക്കുകയാണ്. സർക്കിൾ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം പറയാണ്, നിന്റെ വണ്ടിയുടെ പുറകിൽ ഒരാളുടെ ബോഡിയുണ്ട്, ആ ബോഡി നശിപ്പിക്കാനാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. കോൺസ്റ്റബിൾ സുധീഷിന്റെ പെങ്ങളുടെ കല്യാണമാണല്ലോ നടക്കുന്നത്, ആ പെങ്ങളെ സ്നേഹിച്ച ഒരു ചെറുക്കനായിരുന്നു അവളുടെ പുറകെ നടക്കുകയാണ്. ഈ കല്യാണം മുടക്കാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല അവളുടെ കുറേ ഫോട്ടോസുകളും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസുകാരെല്ലാം കൂടി അവനെ കൊന്നിട്ട് അവൻ്റെ ബോഡി കഞ്ചാവുമായി വന്ന ആ പ്രതിയുടെ കാറിൽ അവർ ഉപേക്ഷിച്ചതായിരുന്നു. എന്നാലോ ഹീറോയായിരുന്നു ആ വണ്ടിയുടെ യഥാർത്ഥ ഓണർ. ഹീറോ ഇതെല്ലാം കേട്ട് പേടിച്ചിരിക്കുകയാണ്. നീ ഇപ്പോൾ ഈ കേസിൽ പ്രതിയും കൂടിയാണ്, ഞങ്ങളുടെ കൂടെ വന്ന് ഈ ബോഡി നശിപ്പിക്കാൻ നീ ഞങ്ങളോട് കൂട്ടുനിന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബോഡി എടുത്തുകൊണ്ട് ആ കാട്ടിൽ അവർ കുഴിച്ചിടുകയാണ്. അതിനുശേഷം ഹീറോ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഹീറോയ്ക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. ആ കാറിൽ നിന്നൊരു പേഴ്സ് കിട്ടി. അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹീറോയുടെ ഭാര്യ വന്നത്. അത് എന്താ കയ്യിലിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ അത് വലിച്ചെറിഞ്ഞു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഓർത്ത് ഹീറോ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഹീറോയുടെ മകനെ കാണാനുമില്ല. അവൻ എവിടെ പോയതായിരിക്കും, അവനെക്കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുവാനായി ഹീറോ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഹീറോയുടെ മകൻ്റെ ബൈക്ക് ഇരിക്കുന്നതായി കാണുന്നത്. ഇത് കണ്ടിട്ട് ടെൻഷനോടെ അവൻ പോലീസുകാരനോട് ചോദിക്കുകയാണ്, ഈ ബൈക്ക് എങ്ങനെ ഇവിടെ വന്നു, എൻ്റെ മകൻ എവിടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ പോലീസുകാരൊന്നും പറയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീറോ പേടിക്കുകയാണ്. എൻ്റെ മകൻ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും, ഇവരന്ന് കുഴിച്ചിട്ടത് ആരെയായിരിക്കും എന്നെല്ലാം ഓർക്കുന്നു. ഹീറോ വീട്ടിൽ വന്നതിന് ശേഷം ആ പേഴ്സ് എടുത്ത് നോക്കുകയാണ്. അത് ഹീറോയുടെ മകൻ്റെ പേഴ്സ് ആയിരുന്നു. അത് കാണുമ്പോൾ ഹീറോ സങ്കടപ്പെടുകയാണ്. എൻ്റെ മകനെയാണോ ആ പോലീസുകാർ കൊന്നത് എന്നെല്ലാം ഓർത്ത് ഹീറോ അവിടെ ഇരുന്ന് കരയുകയാണ്. ഈ കാര്യമെല്ലാം ഹീറോയുടെ ഭാര്യയോട് എങ്ങനെ പറയുമെന്നോർത്ത് ഹീറോ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഉരുൾപൊട്ടൽ കണ്ടില്ലേ, ആ ഉരുൾപൊട്ടലിൽ അവിടെയുള്ള ആൾക്കാർ ഒരു കാര്യം കണ്ട് ഞെട്ടി എന്ന് പറഞ്ഞില്ലേ, അത് ഹീറോയുടെ മകൻ്റെ ബോഡി ആയിരുന്നു. ഉരുൾ പൊട്ടിയപ്പോൾ ആ മണ്ണിൽ കുഴിച്ചു വെച്ച ആ ബോഡി ആ ചാക്കുകെട്ടുകളോടെ അങ്ങോട്ടേക്ക് വന്ന് വീണു. അത് കണ്ടിട്ട് അവരത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു. ഈ കാര്യം ഹീറോ അറിഞ്ഞു. എന്തായാലും എൻ്റെ മകനാ മരിച്ചത് പോയത്, ഇതെൻ്റെ ഭാര്യ അറിഞ്ഞാൽ സങ്കടപ്പെടുമല്ലോ എന്നെല്ലാം ഓർത്ത് ഹീറോ ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. ആ പോസ്റ്റ്മോർട്ടത്തിൽ ഹീറോയുടെ മകൻ തന്നെ
ബെന്നിയായിരുന്നു എന്ന് അറിയുന്നു. ഇപ്പോൾ ജോർജിനെ കാണിക്കുന്നു. ജോർജ് ഒരിക്കലും വിചാരിച്ചില്ല മലയുടെ മുകളിൽ നിന്നും ഈ ബോഡി താഴേക്ക് വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയെ പ്രതിയാക്കാനായി ജോർജ് തീരുമാനിക്കുന്നു. ഹീറോയുടെയും വീട്ടുകാരെയും എല്ലാവരും ഈ കേസിൽ പെടുത്തുവാനാണ് അവൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ആ പോലീസുകാർ നേരെ വന്ന് ഹീറോയുടെ ഭാര്യയെയും മക്കളെയും കണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത് കേട്ട് ഭാര്യ ഭയങ്കരമായി സങ്കടപ്പെടുകയാണ്. നിന്റെ ഭർത്താവാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. നിന്റെ മോനെ കൊന്നത് നിന്റെ ഭർത്താവാണ്. ഹീറോയുടെ സ്വന്തം മകനല്ലല്ലോ. യഥാർത്ഥത്തിൽ ഹീറോയുടെ സ്വന്തം മകനല്ല. ഹീറോയിനി ഇതിനു മുമ്പ് മറ്റൊരു കല്യാണം കഴിച്ചിരുന്നു. അതിനുണ്ടായ കുട്ടിയായിരുന്നു അത്. ഹീറോയിനിയുടെ ഭർത്താവ് മരിച്ചുപോയത് കൊണ്ടാണ് ഹീറോ കല്യാണം കഴിച്ചത്. ഇപ്പോൾ അവർക്ക് മറ്റൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. പോലീസുകാരൻ പറയുകയാണ്, നിങ്ങളുടെ മകന് ഹീറോയുടെ മകളോട് മോശമായി പെരുമാറി, അതുകൊണ്ടാണ് ഹീറോയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ നിന്റെ മകനെ കൊന്നത് എന്നൊക്കെ പറയുകയാണ്. ജോർജ് വിളിച്ച് ഹീറോയോട് പറയുകയാണ്, നിന്റെ മകളെയും ഭാര്യയും ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്, നീ സ്റ്റേഷനിലേക്ക് വരണം, നിന്നെയും കൂടി ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനുണ്ടെന്ന് പറയുന്നു. ഹീറോ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. പോലീസ് ബെന്നിയാണെങ്കിൽ മകളെയും അമ്മയും ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. നായകനും വഴിയൊന്നുമില്ലാതെ സലണ്ടർ ആകുകയാണ്. ഇത്രയും ചെയ്തത് പോരാതെ ആ സർക്കിൾ ആണെങ്കിൽ ഹീറോയിനെ ഈ രാത്രി തന്നെ കൊല്ലുവാനും തീരുമാനിക്കുന്നു. പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരോടെല്ലാം ഇറങ്ങി പോകുവാനായി പറഞ്ഞ് സർക്കിളും ബെന്നിയും ഇവർക്കറിയാവുന്ന കുറച്ച് പോലീസുകാരെയും വെച്ച് ഹീറോയിനെ അടിക്കുകയാണ്. ഹീറോയിനോട് ബെന്നി പറയാണ്, നിന്റെ മകന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയാമോ? മകനാണെങ്കിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജോർജ് അവനെ വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ പോലീസുകാരെല്ലാവരും കൂടി അവനെ അടിക്കുന്നു. അവൻ്റെ ഹെൽമെറ്റ് കൊണ്ട് അവൻ്റെ തലയിൽ അടിച്ചു പൊട്ടിച്ച് അവനെ കൊല്ലുന്നു. അതിനുശേഷം ആ കഞ്ചാവ് കൊണ്ടുവന്ന അവൻ ഉപയോഗിച്ച ആ കാറിലേക്ക് അവൻ്റെ ബോഡി കയറ്റുന്നു. അതിനുശേഷം അവൻ്റെ തലയിൽ വെക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് നീ അങ്ങോട്ടേക്ക് വന്നത്. ആ ബോഡി നശിപ്പിക്കാനാണ് നിന്നെ കൂട്ടി ഞങ്ങൾ ആ കാട്ടിലേക്ക് പോയി അവിടെ മറവ് ചെയ്തത്. നിന്റെ മകനെ എങ്ങനെയാണ് കൊന്നത് അതുപോലെ തന്നെയാണ് നിന്നെ കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഹീറോയുടെ കഴുത്തിൽ കുരുക്കിടുന്നു. ഹീറോ ഒരു ഫൈറ്റർ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ പിടിച്ചു നിൽക്കുന്നു. അവരെയെല്ലാം അടിച്ച് ശരിയാക്കി അവിടുന്ന് പോകുമ്പോൾ അവൻ ബെന്നിയെ അടിച്ച് കാറിൽ കയറ്റിക്കൊണ്ടാണ് പോകുന്നത്. ഹീറോ സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം സർക്കിൾ അറിയുന്നു. സർക്കിൾ ജോർജ് ഇന്നാണ് റിട്ടയർഡ് ആയ ദിവസം. ഇത് മനസ്സിലാക്കിയ ജോർജ് ഹീറോയുടെ ഭാര്യയും മകളെയും ക്രൂരമായി അടിക്കുകയാണ്. എന്നിട്ട് നിന്റെ ഭർത്താവിനെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ, അല്ലേ നിങ്ങളെ ശരിയാക്കുമെന്നൊക്കെ പറയുന്നു. ജോർജിന്റെ ഫോണിൽ കോള് വരുന്നു. നോക്കുമ്പോൾ അത് ഹീറോയായിരുന്നു. ഹീറോ പറയാണ്, ഞാൻ നിന്റെ വീട്ടിലുണ്ട്, നിന്റെ മകൾ എൻ്റെ കസ്റ്റഡിയിലാണ്, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നു. ജോർജ് ആണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ അടിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ജോർജിന്റെ മകൾ ഇപ്പോൾ ഹീറോയുടെ കസ്റ്റഡിയിലാണ്. ജോർജ് വന്ന് നോക്കുമ്പോൾ അവിടെ കാറ് മാത്രമാണ് കിടക്കുന്നത്. അത് ഹീറോയുടെ. ആ കാറിന്റെ ഡിക്കിക്കകത്ത് ബെന്നിയുടെ ബോഡിയാണ് ഉള്ളത്. അത് കണ്ട് ജോർജ് പേടിച്ച് വീടിനകത്തേക്ക് കയറുന്നു. ആ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട്, എൻ്റെ മകനെ നീ ക്രൂരമായി കൊന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജോർജിനെ ക്രൂരമായി തല്ലുന്നു. അതിനുശേഷം അവൻ്റെ തലയിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് അവനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മകൾ ഇത് കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടിട്ടും അവൾ പ്രതികരിക്കാതെ നിൽക്കുന്നു. അച്ഛൻ ഇങ്ങനെ തന്നെ മരിക്കണമെന്ന് മകൾ വിചാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൾ റിയാക്ട് ചെയ്യാതെ എന്ന് വെച്ചാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ജോർജിന്റെ മകൾ സ്നേഹിച്ചിരുന്നത് ഹീറോയുടെ മകനെയായിരുന്നു. അവളുടെ അമ്മയെ കൊന്നിരുന്നതും ഈ ജോർജ് ആയിരുന്നു. അതും കൂടാതെ ആ കാമുകനെ കൊന്നിരുന്നു. അത് ഹീറോയുടെ മകനായിരുന്നല്ലോ. പോലീസുകാരൻ്റെ മകളെ തന്നെ സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചിട്ടാണ് അവനെ കൊന്നത്. യഥാർത്ഥത്തിൽ ജോർജിന്റെ മകളെയായിരുന്നു അവൻ സ്നേഹിച്ചിരുന്നത്. മകനെ കൊന്ന ജോർജിനെയും അതിന് കൂട്ടുനിന്ന ബെന്നിനെയും ഹീറോ കൊല്ലുന്നു. ഹീറോയുടെ മകനെ അവരെവിടെ കൊണ്ടാണോ ഇട്ടത് അവിടേക്ക് കൊണ്ടിടുകയാണ്. അതിനുശേഷം പോലീസിൽ ഹീറോ കീഴടങ്ങുകയാണ്. എന്നാൽ പോലീസുകാർ പറയാണ്, നീ നിന്റെ സ്വന്തം മകനെ കൊന്നല്ലേ? അപ്പോൾ ഹീറോ പറയാണ്, ഞാൻ എൻ്റെ മകനെ കൊന്നില്ല, പകരം എൻ്റെ മകനെ കൊന്നവരെയാണ് കൊന്നത് എന്ന് ഹീറോയ്ക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ പറയുന്നില്ല. കോടതിയിലേക്ക് ഹീറോയുടെ ഭാര്യയും മകളും വരുന്നു. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത കഥയുമായി വരാൻ ബൈ.